ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. കല്യാണ വീട്ടിലും ഓണസദ്യയിലൊക്കെ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള അവിയൽ കിട്ടാറുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു അവിയൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അടിപൊളിയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ചാനൽ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ മുരിങ്ങക്കായ, കുമ്പളങ്ങ, പപ്പായ, കൈപ്പക്ക, ഏത്തയ്ക്ക, അങ്ങനെ കുറച്ച് പച്ചക്കറികൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം പച്ചക്കറികൾ ഇഷ്ടമാണോ അത്രയും പച്ചക്കറികൾ നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം. ഏത് പച്ചക്കറികളും വേണമെങ്കിൽ എടുക്കാം. വഴുതനങ്ങ അങ്ങനെയുള്ള പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം വെന്തുടങ്ങിയിട്ട് പോവും. അപ്പം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ പച്ചക്കറികൾ എടുക്കുന്നത് അത്രയും നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കൊടുക്കുക. പച്ചമുളക് നെടുകെ കീറി ഇടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചതച്ചിട്ടെടുക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കൂട്ടുന്നത് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ടെടുത്തിട്ട് നമ്മൾ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചിട്ട് വെക്കുക. പച്ചമുളക് നെടുകെ കീറി വെക്കുന്നതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുള്ള അവിയലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിട്ടതിൻ്റെ പുറമേ നമ്മൾ കീറിയെടുക്കുകയും അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതല്ല നിങ്ങൾക്ക് എരിവ് കുറവാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നെടുക്ക് കീറിയിട്ടുള്ള പച്ചമുളക് കീറിയിടേണ്ടതില്ല, ചതച്ചിട്ട് കൊടുത്തത് മാത്രം മതിയാകും. ഇനി നമ്മൾ 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് എടുക്കണം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് വേണ്ടത് 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ. ഞാനിവിടെ കൂടുതൽ പച്ചക്കറികൾ എടുത്തുകൊണ്ട് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് കറിവേപ്പിലയാണ് കേട്ടോ. അതാണ് കല്യാണ വീട്ടിലേക്ക് ആ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. എന്താ വെച്ചാൽ 1/2 കപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ തന്നെ ചെറിയ ജീരകവും കൂടെ എടുത്തിട്ട് കൊടുക്കുക. അതും നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അത് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ എടുക്കാം. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ എടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. കൂടുതൽ അരഞ്ഞിട്ട് പോവണ്ട, നേരിയ ഒരു തോതിൽ ചതച്ചിട്ട് എടുത്താലും മതി. ഞാനിവിടെ വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ ചതച്ചിട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് കരഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് അരച്ചാൽ നമ്മൾ കറിയുടെ രൂപത്തിലായിട്ട് പോവും. ഇത് നമ്മൾക്ക് അവിയൽ പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചതച്ചിട്ടെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഞാനിവിടെ ഈ തേങ്ങയും ഇതിൻ്റെ കൂടെയുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം ചേർത്തിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലോട്ട് ചേർത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. കൂടെ തന്നെ തൈരും കൂടെ ചേർക്കണം കേട്ടോ. ഞാനിവിടെ ഈ ഒരു അരപ്പ് ചേർക്കുമ്പോഴാണ്, ഈ അരപ്പ് അരച്ചിട്ടെടുക്കുമ്പോഴാണ് ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ട്. എന്നാൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ തൈര് പിന്നീട് ചേർക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ വെച്ചാൽ അത് കറിയായിട്ട് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ കൂടെ തന്നെ ആ തൈര് മിക്സിയിലോട്ട് ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ തൈര് ഇതിലൊക്കെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. തേങ്ങാരപ്പിൻ്റെ മീതയായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ തൈര് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ വെള്ളം ഏറി കൂടുതലായിട്ട് പോകും കേട്ടോ. ഇപ്പോൾ നമ്മളുടെ പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം നമ്മളുടെ ഈ ഒരു അരപ്പ് നമുക്ക് അതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇനി ഒരുപാട് നേരം ഇളക്കി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അതിലുള്ള ഒത്തിരി വെള്ളം കൂടെ അതിലോട്ട് വറ്റിച്ചിട്ട് എടുക്കണം.
ഇനിയുടെ ഈ ഒരു തേങ്ങ അരപ്പും അതുപോലെ തന്നെ പച്ചക്കറികളുടെ ആ ഒരു നീരും എല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മാത്രം തിളയ്ക്കുക. കൂടുതൽ നേരം തിളച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടി പോവും, അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും മാറിക്കിട്ടും. അപ്പോൾ കൂടുതൽ നേരം ഇളക്കാനും നിൽക്കണ്ട, കൂടുതൽ നേരം ഇനി വേവിക്കാനും നിൽക്കണ്ട. കഴിഞ്ഞ പച്ചക്കറിയിലോട്ടാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റായിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ തൂവി കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും കടുക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ വരെ ഞാൻ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.